ഹലോ, നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ ട്രെയിനിനാണ് പോണത്. ട്രെയിനിനാണ് ഗുരുവായൂരിൽ നിന്ന് ട്രെയിനിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ 11:15 വണ്ടി. അപ്പോൾ നമ്മളൊരു 8:45 9 മണിയാകുമ്പോഴേക്കും 9:15 ആകുമ്പോഴൊക്കെയാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളാണ് ആദ്യം എത്തിയിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മറ്റുള്ളവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എത്തി. ഞങ്ങളിതാ ട്രെയിൻ കയറാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചിന്നൂസാട്ടാ നടക്കുന്നത്, ചേച്ചിയുടെ കൂടെ നടക്കുന്നത് ചിന്നൂസാട്ടാ. നമ്മൾ ട്രെയിനിലൊക്കെ കയറി എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറുന്നവരൊക്കെ കണ്ടതിലുണ്ട് കേട്ടോ. അപ്പോൾ ചിമ്പുട്ടൻ്റെ അച്ഛനും ഇതായിരിക്കുന്നു. ചിമ്പുട്ടൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആളെന്ത് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അക്കുടൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തായിരുന്നു നമ്മൾ അച്ചൂസും നന്ദും അമ്മയും അച്ഛനൊക്കെ ഇരുന്നിരുന്നു അപ്പുറത്തായിട്ട്. എല്ലാവരും വീഡിയോസിൽ കാണിക്കരുതെന്ന് പറഞ്ഞ കാരണം എല്ലാവരും കാണിച്ചിട്ടില്ല. ഫുൾ ആളുകളെയും കാണിച്ചിട്ടില്ല കേട്ടോ. ചിലർക്ക് വീഡിയോയിൽ കാണാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ചിമ്പുട്ടൻ്റെ അമ്മ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിമ്പുട്ടൻ്റെ നമുക്ക് ഹായ് തരുന്നേ ചിമ്പുട്ടൻ്റെ അമ്മയാണ് ഇത് കേട്ടോ. ചിമ്പുട്ടൻ്റെ അമ്മ പറഞ്ഞാൽ നമ്മൾ ഏട്ടൻ്റെ മൂത്ത പെങ്ങളെ മോളാട്ടത്, അവളെ കുട്ടിയാണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. ചെറിയ പെങ്ങൾ ഭർത്താവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാ. അവിടെ എത്തിയപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷ് ആവണമല്ലായിരുന്നു. കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ റൂം കിട്ടുമെന്ന് നോക്കി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ റൂമൊക്കെ ഉണ്ട് ഫ്രഷ് ആവാൻ. പക്ഷേ കൂടുതൽ നമ്മളെ കൂടെ ലേഡീസ് ആയതുകൊണ്ട് അവിടെ സേഫ് അല്ലാന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പുറത്ത് വന്നിട്ട് ഒരു റൂം എടുക്കുക ചെയ്തത് കേട്ടോ. പുറത്ത് വന്ന് റൂം എടുത്തു. അവിടെ നിന്ന് കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ടാ. ചിലരൊക്കെ ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ. നമ്മൾ അച്ചൂസായിട്ടാണ് നിൽക്കണം. അച്ചൂസ് മൂത്ത പെങ്ങളെ ഭർത്താവാണ് കേട്ടത്. മറ്റേത് നമ്മളെ ചേച്ചിയുടെ മരുമകനാട്ടതാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലെത്തി തൊഴുതു. നമ്മൾ തിരിച്ച് വന്ന് കുറച്ച് ആളുകളൊക്കെ തൊഴുതിട്ട് ഇറങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. ഏട്ടനാണ് പോണത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ഇഷ്ടം പോലെ മീനാട്ടോ. കുളമാട്ടത് ഇഷ്ടം പോലെ മീൻ കേട്ടോ. അതിൽ പിള്ളേരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. കുറച്ച് ആളുകളൊക്കെ താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. കാരണം എന്താ വെച്ചാൽ മേലെ എല്ലാവർക്കും താഴെ ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ എല്ലാവരും കുറച്ച് ആളുകളൊക്കെ മേലേക്ക് വന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മുടെ റൂമിനടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ RK മാൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, റൂമിൻ്റെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞു നിങ്ങൾ RK മാളിൽ പോയിക്കോളൂ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ RK മാളിലേക്ക് വന്നു കേട്ടോ. RK മാളിൽ വന്നപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനും എന്നിട്ട് പോണത്. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയുടെ കുട്ടിയുണ്ട് കേട്ടോ കൂടെ. ഞങ്ങളവിടെ കയറി അവിടെയൊക്കെ നടന്ന് കണ്ടു. നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ട്രെയിനിൻ്റെ സമയം 5:30 ആയതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം നമ്മൾ വേഗം എല്ലായിടത്തും കയറി കണ്ടു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയിലൊക്കെ കയറി നമ്മൾ കണ്ടു. നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു കേട്ടോ. നമ്മൾ ചിഹ്നവും ആളും ഒക്കെ അവിടെ നിന്നിട്ട് ഡ്രസ്സ് അവർക്ക് ചിന്നുവിനും ചിമ്പുവിനും അച്ചുവിനുമായിട്ട് ഡ്രസ്സ് എടുത്ത്, മാളുവിനായിട്ട് ഡ്രസ്സ് എടുത്ത്. അച്ചുവിന് എടുത്തില്ല കേട്ടോ. അച്ചുവിന് ഞാൻ കുന്നംകുളത്ത് നിന്ന് എടുത്ത കാരണം കൊണ്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും ഏട്ടൻ ഒരു ഷർട്ട് എടുത്തു, ഞാനൊരു ടോപ്പ് എടുത്തു കേട്ടോ. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് നമ്മൾ എടുത്തില്ല. പക്ഷെ നല്ല അവിടെ റേറ്റ് കുറവൊക്കെ ഉണ്ട് കേട്ടോ. സാരിക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. പക്ഷേ നമ്മളത് നോക്കാനുള്ള സമയം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പോകുമല്ലോ. നമ്മൾ പെണ്ണുങ്ങളല്ലേ, ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ഇതായി പോകുമല്ലോ. അപ്പോൾ ആ സമയമില്ല. അപ്പോൾ 5:30 ഉള്ള ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകണം. മാളുമായിട്ടായി വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോന്നിട്ടു. ഡ്രസ്സ് അവിടെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് അടച്ചിട്ട് കൊടുത്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മളെ ചിമ്പുവിനെ ഫോട്ടോ എടുക്കണം കേട്ടോ. ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും.